പക്ഷേ അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ പോർമുനകൾ തുറന്നു നിൽക്കുമ്പോൾ എടുക്കുന്ന അവസാനത്തെ പോർമുന അണവായുധമാണ്. അതിപ്പോൾ നമ്മൾ കണ്ടു. തൻ്റെ അനുയായികൾക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് പുതിയ ആണവായുധ ഗവേഷണങ്ങളും അതിനായി തയ്യാറായിക്കൊള്ളാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. റഷ്യ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. മറ്റു പലരും ആണവായുധം മൂർച്ച കൂട്ടി എടുക്കും എന്ന് നമുക്കറിയാം. അപ്പം ഒരിക്കലും ലോകത്ത് സംഭവിക്കരുതേ എന്ന് വിചാരിക്കുന്ന ഒരായുധം ഒരു കാലത്ത് നമ്മൾ അതിൻ്റെ ഭീകര താണ്ഡവം കണ്ട്, ആ ദുരന്തം കണ്ട് നമ്മൾ നിലവിളിച്ച മനുഷ്യർ വീണ്ടും അത് എടുക്കരുത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു മുൻ CIA ഏജൻറ്റിൻ്റെ വെളിപ്പെടുത്തൽ, അയാൾ റിച്ചാർഡ് ബാർലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, NDTVക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഈ പറയുന്ന റിച്ചാർഡ് ബാർലോ ചെറിയ ആളല്ല. അദ്ദേഹം പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങൾക്ക് അമേരിക്കയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയിരുന്ന CIA ഏജൻ്റാണ്. അപ്പം അറിയാമായിരുന്നു അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങൾ ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിയും എന്ന നിലയ്ക്കുള്ള പല കരാറുകളെയും ലംഘിച്ചുകൊണ്ട് ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ടാണ് പാകിസ്ഥാനെ അമേരിക്ക സംരക്ഷിച്ച് നിർത്തിയിരുന്നത് എന്നും പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഏറ്റവും അപകടകരമായ കാര്യം, അമേരിക്ക പാകിസ്ഥാന് നൽകിയ F-16 വിമാനങ്ങളുടെ പോർമുനകളിൽ ഈ ആണവായുധങ്ങൾ ഘടിപ്പിക്കാനായി സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ അത് പ്രയോഗിക്കാനുള്ള അവസരം പാകിസ്ഥാന് കിട്ടിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണേണ്ടത്? ഇതിൽ ആദ്യത്തെ ഈ ഞെട്ടിക്കുന്ന സന്ദേശം നമുക്ക് നൽകുന്നത് വല്ലാത്ത ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് സ്വിച്ചിട്ടില്ലല്ലോ. അതെ, അത് ഉപയോഗിച്ചില്ലല്ലോ. ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ കൊടുത്തത്. അതെ, എന്തുകൊണ്ടോ ഉപയോഗിക്കാൻ തോന്നിയില്ല. അതെ, അതുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ നാടിനെ ഈ ഒരു മഹാദുരന്തത്തിൽ രക്ഷിച്ചല്ലോ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഹിരോഷിമ കണ്ടവരാണ്, നാഗസാക്കി കണ്ടവരാണ്. അത്രയൊന്നും കഷ്ടപ്പാടില്ല. അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് ജപ്പാനെ പോലൊരു കൊച്ചു ദ്വീപ് തകർത്ത് തരിപ്പണമാക്കി കീഴടങ്ങിയ രാജ്യത്തിന്, അതും യുദ്ധത്തിൽ തോറ്റ് കീഴടങ്ങി ആയുധം വെച്ച് സപ്താംഗം അങ്ങനെ ഉണ്ടല്ലോ, സാഷ്ടാംഗം നമിച്ചു കഴിഞ്ഞ ഒരു രാജ്യത്തെയാണ് ആക്രമിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ പാകിസ്ഥാന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇത്രയൊന്നും ദൂരമില്ല. അവിടെ ഇരുന്ന് തൊടുത്തു വിട്ടാൽ മതി. നമ്മുടെ രാജ്യത്ത് ഒരു കാശ്മീരൊക്കെ ഭസ്മമാക്കാൻ നമ്മുടെ ലോകത്തിലെ തന്നെ സ്വർഗീയമായ നാടുകളിലൊന്നാണല്ലോ ഭൂപ്രകൃതി നോക്കുമ്പോൾ നമുക്ക് കാശ്മീരിനെ ചൊല്ലിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ വൈരം തുടങ്ങുന്നത്. നമ്മുടെ കാശ്മീരിനെ അവർ ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഉണ്ടാകുന്നത്. അന്ന് എന്തുകൊണ്ടോ മീൻസ് അന്നിപ്പോൾ ആറ്റം ബോംബ് കയ്യിലില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. 1947 കയ്യിലില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 2 കൊല്ലം മുമ്പാണ് ഇവർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിൽ കൊണ്ടുപോയി പൊട്ടിച്ചത്. അപ്പോൾ അന്ന് അവരുടെ കയ്യിലുണ്ട് എന്നാണല്ലോ അർത്ഥം. അമേരിക്കയുടെ കയ്യിൽ 45 മുതൽ ഈ സാധനം ഉണ്ടല്ലോ. 47 പാകിസ്ഥാന് വേണമെങ്കിൽ ഇവർ കൊടുത്ത് പൊട്ടിക്കാമായിരുന്നു. ചെയ്തില്ലല്ലോ, ചെയ്യാൻ തോന്നിയില്ലല്ലോ. അതൊരു ഭാഗ്യം. 2, ഈ 47 കഴിഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ 2 ശക്തമായ യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായി. ഒന്ന് 65-ലാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചിട്ട് 20 കൊല്ലം കഴിയുമ്പോഴാണ് 65-ൽ അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഇന്ത്യക്കെതിരെ അത് ഉപയോഗിക്കാമായിരുന്നു. കാരണം അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു അവർക്ക്. അന്നും അവർക്ക് തോന്നിയില്ലല്ലോ. ചെറിയ ഭാഗ്യമല്ല. ഇന്ത്യയുടെ ഒരു ആത്മീയമായ ശക്തി എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാൻ. അത് കഴിഞ്ഞ് 71-ൽ ഇവർ തന്നെ തമ്മിലടിച്ചപ്പോൾ, പാകിസ്ഥാൻ തന്നെ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് തമ്മിലടിച്ചപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ബംഗ്ലാദേശ് നിലവിളിച്ച, അപ്പോഴത്തെ കിഴക്കൻ പാകിസ്ഥാൻ നിലവിളിച്ചപ്പോൾ നമ്മൾ കൂടെ നിന്നു. അപ്പോഴും തോന്നിയില്ല. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ബംഗ്ലാദേശിനെ അടിക്കാനെന്ന വ്യാജേന ഒരു ബോംബ് വർഷിക്കാമായിരുന്നു. അതും അവർക്ക് തോന്നിയില്ലല്ലോ. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ബാർലോയുടെ ബോംബ് ആരുടെ നെഞ്ചത്താണ് പൊട്ടുന്നത്? ലോകത്തിൻ്റെ മുമ്പിൽ അല്ല അത് പൊട്ടുന്നത് അമേരിക്കയുടെ നെഞ്ചിലാണ്. കാരണം അമേരിക്ക ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹിപ്പോക്രസി, കാപട്യം, കള്ളത്തരം, കൊടിയ വഞ്ചന പുറത്തു വരികയാണ്. അത് വെളിപ്പെടുത്തുകയാണ് ആര്? CIA തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അത് എന്താണത്? അമേരിക്ക ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ആറ്റം ബോംബ് ഞങ്ങൾക്ക് മാത്രം മതി.
അണ്വായുധം ഞങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾ ആരും അത് പരീക്ഷിക്കുക പോലും ചെയ്യരുത് എന്നാണല്ലോ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ശത്രു പട്ടികയിൽ പെടുത്തുകയും അമേരിക്ക കയറി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര തവണ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്തായിരുന്നു അവരുടെ ഫോർമുല? ലോകസമാധാനമാണോ? അവർ പറഞ്ഞത്, അമേരിക്കയുടെ വിഖ്യാതമായൊരു പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് അന്ന്, ഞങ്ങൾ ഇതാ അനുഭവത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നു. ഈ അണുബോംബ് നിർമ്മിച്ചവർ തന്നെ കണ്ണീരോടെ ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഈ അണുബോംബ് അണുശക്തി കണ്ടെത്തിയത് മനുഷ്യൻ്റെ സമാധാനത്തിന് ഉപയോഗിക്കാനാണ്. ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ അമേരിക്ക. അങ്ങനെയാണെങ്കിൽ ലോകസമാധാനത്തിന് വേണ്ടിയാണ് അമേരിക്ക ലോകത്തിലെ എല്ലാവരോടും ഇനി ആരും നിങ്ങൾ ആണവ പരീക്ഷണം നടത്തരുതെന്ന് പറഞ്ഞ് എന്തിനായിരുന്നു? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പിന്നിൽ നിഗൂഢമായ അങ്ങേയറ്റം ഹീനമായൊരു കച്ചവട തന്ത്രം ഉണ്ടായിരുന്നു എന്നല്ലേ? ആറ്റം ബോംബ് ഞങ്ങൾ നിർമ്മിച്ചാൽ മതി, ആണവ പരീക്ഷണം ഞങ്ങൾ നടത്തിയാൽ മതി, നിങ്ങൾക്ക് വേണോ ഞങ്ങളോട് വാങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതുവഴി ഞങ്ങളുടെ അടിമത്തം നിങ്ങൾ എന്നും അനുഭവിക്കണം എന്നാണല്ലോ. ഞങ്ങളുടെ മേധാവിത്വം അനുഭവിക്കുന്ന അടിമകളായി ലോകത്തെ മാറ്റണം എന്നല്ലേ ആഗ്രഹിച്ചത്. ഇനി ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഇല്ല എന്നല്ലേ കാണിക്കേണ്ടത്. അതുകൊണ്ട് അമേരിക്കയുടെ വിശ്വാസ്യതയുടെ നെഞ്ചത്തേൽക്കുന്ന മാരകമായ ബോംബാണ് ഈ പൊട്ടിയിരിക്കുന്നത്. ഒന്ന്. ഇനി അടുത്ത കാര്യം ആലോചിച്ച് നോക്കൂ. അടുത്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഇതിനോട് ചേർത്ത് നിരീക്ഷിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിക്കിലീക്സ് ചില അമേരിക്കൻ രഹസ്യങ്ങൾ പുറത്തു വിട്ടപ്പോൾ എന്തുമാത്രം അനുഭവിക്കേണ്ടി വന്നു? ഇനി ഇപ്പോഴത്തെ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചു? അമേരിക്ക മാറിയിരിക്കുന്നു എന്നർത്ഥം. പണ്ടെങ്ങാനും അമേരിക്കൻ രഹസ്യം പുറത്തു വിട്ട ഒരു CIA ഉദ്യോഗസ്ഥൻ പിന്നെ വെളിച്ചം കാണില്ല, അറിയാലോ. ഇന്ന് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമാണ് കാര്യം. അമേരിക്കൻ പൗരന്മാർ ഒരു ഭാഗത്തും അമേരിക്കൻ ഭരണകൂടം മറുഭാഗത്തുമായിട്ട് ചെതറി നിൽക്കുന്നുണ്ട്. ഭരണകൂടം അതീവ ദുർബലമായിരിക്കുന്നു. അമേരിക്കൻ ജനത വലിയ തോതിൽ ഭരണകൂടത്തിനെതിരായി കലാപം കൂട്ടുന്നു. അതുകൊണ്ട് ആ ദൗർബല്യത്തിൽ ആണ് ഇപ്പോൾ ചില സത്യങ്ങൾ പുറത്തു വരുന്നത്. പലരും വിളിച്ചു പറയുന്നു, അമേരിക്കയുടെ അക്കാഡമിക്സ് വിളിച്ചു പറയുന്നുണ്ട്, അമേരിക്കയിലെ പല കോടതികളും വിളിച്ചു പറയുന്നുണ്ട്, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ വിളിച്ചു പറയുന്നുണ്ട്, അമേരിക്കയിലെ വലിയ ലിബറലായിട്ടുള്ള രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്നുണ്ട്, ഡെമോക്രാറ്റ്സ് വിളിച്ചു പറയുന്നുണ്ട്. കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരന്മാർക്ക് കുറെ കൂടി ഫ്രീഡം കിട്ടുന്നു, അവർ സ്വാതന്ത്ര്യം നേടുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ പുറത്തുവിടൽ. അവസാനമായി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇത് നൽകുന്ന പാഠം എന്താണ്? സ്വന്തമായി ഇന്ത്യക്കെതിരായി, ഇന്ത്യ ആരെയും ആക്രമിക്കാതെ നിന്ന കാലത്ത് ഇന്ത്യക്കെതിരായി വേണമെങ്കിൽ പ്രയോഗിക്കാൻ F-16 വിമാനം അമേരിക്ക കൊടുത്തതാണ്. പക്ഷേ അതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ F-16 വിമാനം കൊടുക്കുന്നതിന് മുമ്പ് 1985 സെനറ്റർ ലാറി പ്ലസ്ലർ അദ്ദേഹമാണ് ഒരു നിയമം കൊണ്ടുവന്നത്, സെനറ്റിൽ അവതരിപ്പിച്ചത്. ആ നിയമം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ആ രാജ്യത്തിന് സാമ്പത്തികവും സൈനികമായ സഹായം ലഭിക്കുകയുള്ളൂ എന്നാണ്. അതിലാണ് വെള്ളം ചേർത്തത്. അതെ, തീർച്ചയായും വെള്ളം ചേർത്തത്. മാറി വന്ന പ്രസിഡന്റുമാർ. അതാണ് സർ, അതാണ് ഇളവ് കൊടുത്തു. റോബിൻജി, അത് ആലോചിച്ച് നോക്കൂ. ഇവർ ഈ പറയുന്ന വാക്ക് എങ്ങനെ വിശ്വാസത്തിലെടുക്കും? ആ പറഞ്ഞത് പ്രസിലർ അല്ലേ? അദ്ദേഹം പറഞ്ഞത് എത്ര കൃത്യമാണ്, അദ്ദേഹം പറഞ്ഞത് എത്ര കൃത്യമാണ്. അതിപ്പോൾ ഒരു രാജ്യം, പാകിസ്ഥാൻ എന്നല്ല, ആരെങ്കിലും വിട്ടോളൂ, ഒരു രാജ്യവും ആണവ പരീക്ഷണം നടത്തുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പ് കൊടുത്താലേ ആ രാജ്യത്തെ സഹായിക്കുള്ളൂ എന്നർത്ഥം. ഇത്ര വലിയ നല്ലൊരു കേട്ടാ നല്ല പോളിസിയാന്ന് തോന്നുന്നു. അതേ സമയത്തോ ആ രാജ്യത്തിന് അണുബോംബ് ഇവർ വിറ്റുകൊണ്ടിരിക്കുക. F-16 വിമാനം കൊടുക്കുമ്പോൾ ആ വിമാനത്തിൽ അണുബോംബ് നിറച്ചു വെച്ചോ ഏത് നേരത്തും പൊട്ടിക്കാൻ. ഇത് ഇങ്ങനെ പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ തന്ത്രപൂർവ്വം അവരോട് ഈ സായുധ കരാറുകളൊക്കെ ഒപ്പുവെക്കുന്നുണ്ട്. അതിവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കൂടിയാണ്. അതേ സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ പാകിസ്ഥാൻ പ്ലസ് അവരിൽ നിന്ന് പിരിഞ്ഞു പോയ ബംഗ്ലാദേശ്, കൊടിയ ശത്രുക്കളെ പോലെ, വൈരികളെ പോലെ പെരുമാറിയിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഒരു ഐക്യത്തിൻ്റെ സൂചന കാണുന്നു. ഇവർ ഒന്നായി നിന്ന കാലത്താണ് 65-ലെ യുദ്ധമുണ്ടായത്, നമ്മൾ ഇടപെട്ടത്. അന്ന് അല്ല, 65-ൽ നമ്മൾ ഇടപെട്ടില്ല, നമുക്കെതിരെ യുദ്ധം വന്നു. 71-ൽ നമ്മൾ ബംഗ്ലാദേശിൻ്റെ കൂടെ നിന്നിട്ട് തീർച്ചയായിട്ടും ഒരു തന്ത്രം തന്നെയായിരുന്നു അത്. പാകിസ്ഥാനെ തകർക്കുകയും ദുർബലമാക്കുകയും ബംഗ്ലാദേശിനെ സഹായിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ സഹായത്തോടു കൂടി ഉണ്ടായ ബംഗ്ലാദേശും ഇപ്പം നമ്മുടെ ശത്രുവാണ്. ഈ കാലഘട്ടത്തിൽ അമേരിക്ക മുമ്പെങ്ങുമില്ലാത്ത വിധം
അമേരിക്കയെയും പാകിസ്ഥാനെയും സഹായിക്കുന്നു, ബംഗ്ലാദേശിനെയും സഹായിക്കുന്നു. അതെ. ഈ ഒരു പുതിയ രാഷ്ട്രീയം ഈ പുതിയ വെളിപ്പെടുത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സത്യമായിരുന്നുവെന്ന് അല്ലേ? അതെ, സത്യമായിരുന്നുവെന്നും ഇവന്റെയൊക്കെ ജനിതകവും ഇവന്റെയൊക്കെ രീതിശാസ്ത്രവും ഇങ്ങനെയാണ്, സ്വഭാവശാസ്ത്രവും ഇങ്ങനെയാണ് എന്നും ആർക്ക് വേണമെങ്കിലും വെള്ളം ചേർത്തുകൊണ്ട് ഏത് നിയമവും ഏത് നേരത്തും അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് പുതിയ ജാഗ്രതയും പുതിയ ദിശാബോധവും പാകിസ്ഥാനും ബംഗ്ലാദേശിനും എതിരെയുള്ള നീക്കത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന പാഠം കൂടി ഇത് നൽകുന്നു. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയുടെ കപടമുഖം അമേരിക്കക്കാരൻ തന്നെ വലിച്ചു ചീന്തിക്കയറുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ പാഠം കൂടിയാണ്, നമുക്കുള്ള മുന്നറിയിപ്പാണ്, വലിയ ജാഗ്രതയാണ്. കാരണം ഇത് പാകിസ്ഥാന് കൊടുത്ത സഹായത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ഈ അച്ഛൻ കുഞ്ഞ് ബന്ധമുണ്ടല്ലോ, അത് ഇന്നും മാറിയിട്ടില്ല. കാരണം ഇവൻ എന്നും വിധേയത്വം മാത്രമേ ശീലമുള്ളൂ. ഇവൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കാലത്തും ശേഷി നേടിയിട്ടില്ല. എന്ന് വെച്ചാൽ ശൈശവം വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ വലിയ വലിയ യുവത്വത്തിലേക്കും വലിയ ശക്തിയിലേക്കും വളരുമ്പോഴും ഇവൻ അവിടെ തൊട്ടിൽ കിടന്ന് പിടക്കുകയാണ്. അവൻ്റെ തൊട്ടിൽ ഇപ്പോഴും അമേരിക്കയാണ്. അതുകൊണ്ട് ഇവൻ ഏതു നേരത്തും ഈ ബുദ്ധിമോശം കാണിച്ചേക്കാം. എപ്പോ, പ്രത്യേകിച്ച് അവിടെ 4 വയസ്സുകാരന്റെ ബുദ്ധിയുള്ള ഒരാൾ ഭരിക്കുമ്പോൾ ഈ കളിത്തൊട്ടിൽ കിടക്കുന്ന ഇവിടെ 4 മാസക്കാരന്റെ ബുദ്ധി പോലും ഇല്ലാത്തൊരു രാജ്യം എന്തും ചെയ്തേക്കാം. ആ ജാഗ്രതയാണ്, ആ മുന്നറിയിപ്പാണ് നമുക്കുണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.